വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്ന ഒരു കേസായിരുന്നു കൂടത്തായി കേസ് അല്ലെങ്കിൽ ജോളി കേസ് എന്ന് പറയുന്നത്. ആ ഒരു കേസിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇന്ത്യ ടുഡേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ട്രൂ ഡോക്യുമെൻ്ററി ഫിലിമാണ് ദ കറി ആൻഡ് സയനൈഡ് ജോളി കേസ് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ഡോക്യുമെൻ്ററി ഫിലിം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. 1.5 മണിക്കൂർ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. എസ്പെഷ്യലി നിങ്ങളൊരു ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തോന്നാം ഇതൊരു ഡോക്യുമെൻ്ററി ഫിലിമല്ല, അതൊക്കെ കാണേണ്ട ആവശ്യമുണ്ടോ? കാരണം ഡോക്യുമെൻ്ററി ഫിലിമൊക്കെ പൊതുവേ ഭയങ്കര ലാഗായിരിക്കും, കുറേ പേരുടെ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതികളും കാര്യങ്ങളും വളരെ ഇൻറ്റൻസിങ് ആയിട്ട് വളരെ ഹൊറിഫയിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഈ ഒരു ഫിലിം നിങ്ങൾ കണ്ടിട്ട് അന്ന് രാത്രിയൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അന്ന് കിടന്നുറങ്ങുമ്പോൾ തന്നെ നമുക്ക് സംതിങ് ഒരു കാര്യം ഇങ്ങനെ ഹോൾഡ് ചെയ്യും. നമുക്ക് എന്തൊക്കെയോ ഒരു ചെറിയ രീതിയിൽ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എനിക്ക് അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കൂടെ കണ്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും ആ ഒരു തരത്തിൽ തന്നെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ കേസ് അന്വേഷിച്ചിട്ടുള്ള ആളുകൾ, വക്കീലന്മാർ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, ഇവരുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പണ്ട് കാലത്ത് ടി വികളിലും അല്ലെങ്കിൽ മീഡിയാസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫൂട്ടേജും ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള പിക്ചർ, എല്ലാ സ്റ്റോറികളും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ്, ഒട്ടും ലാഗില്ലാതെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള രീതിയിലാണ് സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമോഗ്രാഫർ ആൻഡ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ആ ഒരു ഫിലിമിൻ്റെ ഇൻറ്റൻസിറ്റി അതേ രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഓരോ കൊലപാതകങ്ങൾ നടത്തുന്ന സമയത്ത് പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സിനിമോഗ്രാഫിക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും സാധിച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് തന്നെ കൺവേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് പറയാണ്ടിരിക്കാനായിട്ട് പോയി. കാരണം അത്രയും അത് നിങ്ങൾക്ക് കാണുമ്പോഴാണ് ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓരോരോ സിറ്റുവേഷൻസ് ഇങ്ങനെ കഴിഞ്ഞു പോകും തോറും എത്രത്തോളം നമുക്കൊരു ചെറിയ രീതിയിലൊരു ഒരു ഹൊറർ ഫിലിമാണോ കണ്ടുപോകണേ എന്നുള്ള രീതിയിലൊക്കെ ഫീലിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. ചുമ്മാ ഒരു ഫിലിം കണ്ടുപോകുന്നതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് ഇത്രയധികം കൊലപാതകങ്ങൾ സംഭവിക്കാനായിട്ടുള്ള കാര്യം? ഒരു വിശ്വാസം, അതിൻ്റെ പുറത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ വിശ്വാസം തന്നെ പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതൊക്കെ വളരെ രസകരമായിട്ട് തോന്നി. ഒരു പക്ഷേ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാണോ? ഇത്രയധികം ലിറ്ററസി ഉള്ള കേരളത്തിൽ ഇതേപോലുള്ള കൊലപാതകങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേപോലുള്ള ഇൻസിഡൻസുകൾ എങ്ങനെ നടക്കുന്നു? അതിനൊക്കെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് തന്നെ ഈ സീരീസിലൂടെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും അവർ തന്നെ ഉത്തരം നൽകാനായിട്ട് ഈ ഒരു സിനിമയിലൂടെ തന്നെ അതിനുള്ള ഒരു സ്പേസും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ക്രിസ്റ്റോ ടോമിക്ക് വലിയൊരു കൈയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം അത്രയും ഗംഭീരമായിട്ട് തന്നെയാണ് 1.5 മണിക്കൂറിനുള്ള ചെറിയ ഒരു ഡോക്യുമെൻ്ററി ആണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വലിയ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ അത്ര ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചതിൽ വലിയൊരു പങ്ക് ഡയറക്ടർക്ക് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ്. ഇതിന് അഭിനേതാക്കളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും രഞ്ജി എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി അല്ലെങ്കിൽ കുഞ്ഞാൻറ്റി എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയോട് ഒരുപാട് സ്നേഹവും ബഹുമാനമൊക്കെ തോന്നി. കാരണം ആ ഒരു ചേച്ചിയുടെ അല്ലെങ്കിൽ ആ ഒരു രഞ്ജി എന്ന് പറയുന്ന ആ ഒരാളുടെ പല തീരുമാനത്തിൻ്റെ പുറത്താണ് പല കാര്യങ്ങളുടെയും ചുരുളടിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് കൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളതും വലിയൊരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ രഞ്ജി എന്ന് പറഞ്ഞ ചേച്ചിയോട് ഒരുപാട് ബഹുമാനവും സ്നേഹമൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള വളരെ കുറച്ച് പേടിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മസ്റ്റ് വാച്ച് ട്രൂ ഡോക്യുമെൻ്ററി ഫിലിമായിട്ടാണ് ദ കറി ആൻഡ് സയനൈഡ് ജോളി കേസ് എന്ന് പറഞ്ഞത് സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ 1.5 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കണം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.